ഈ സ്വർണ്ണവില ഇതെങ്ങോട്ടാണ് പോകുന്നത്? ഓരോ ദിവസവും വിലയിങ്ങനെ മാനം മുട്ടെ കുതിക്കുന്നത് കണ്ട് അമ്പരന്നിരിക്കുകയാണ് ജനം. ഇന്നിപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് 66,000 രൂപയാണ് ഒരു പവൻ്റെ വില. അതായത് ഗ്രാമിന് 8,250 രൂപ. ഈ വർഷങ്ങളിൽ കുതിച്ചു കയറിയ വിലയിൽ അത് സ്വർണ്ണ വിപണിയിൽ ഉണ്ടാക്കിയ മാറ്റത്തിലൊക്കെ ഒരുപാട് പഠനങ്ങളും ഒരുപാട് പ്രവചനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അമ്പരന്ന് നിൽക്കുകയാണ് എങ്ങോട്ടാണ് ഈ പോക്ക് എന്നതിനെ വെച്ച്. നമുക്ക് ചില കണക്കുകൾ ഈ സ്വർണ്ണവിലയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രത്തിലേക്ക് മറ്റുമൊന്ന് പോകണം. 1925 മാർച്ച് 31 വെറും 13 രൂപ 75 പൈസയായിരുന്നു ഒരു പവൻ സ്വർണത്തിൻ്റെ വില എന്നത് ചേർത്ത് വെക്കുമ്പോഴാണ് ഈ ഒരു നൂറ്റാണ്ടിനുള്ളിൽ ഉണ്ടായ വർധനവിൻ്റെ ഒരു കണക്ക് അതിലേക്ക് എത്തുന്നത്. 1950കളിൽ ഒരു പവൻ സ്വർണത്തിൻ്റെ വില 90 രൂപയിലേക്ക് എത്തി. 1960 അത് 110-120 രൂപയിൽ. 1970 അത് 194 രൂപയിലും എത്തി എന്നുള്ളതാണ് കണക്ക്. 1985 എത്തിയപ്പോഴേക്കുമാണ് ഒരു കുതിച്ചുചാട്ടത്തിലേക്ക് ആ കണക്കെത്തിയത്. അത് 2180 രൂപയിലേക്ക് ഒരു പവൻ സ്വർണത്തിൻ്റെ വില വന്നു. 90കളായപ്പോഴേക്കും അത് 3000 കടന്ന് 3200, 3300 റേഞ്ചിലേക്കൊക്കെ സ്വർണത്തിൻ്റെ വില എത്തിയ സാഹചര്യമുണ്ടായി. അതായത് 1993 ഒരു കണക്കെടുത്താൽ 4598 രൂപയിലേക്ക് സ്വർണത്തിൻ്റെ വില എത്തി എന്നുള്ളതാണ്. അന്ന് 100 പവൻ സ്വർണം കയ്യിലുണ്ടായിരുന്ന ഒരാളുടെ മൂല്യം, ആ സ്വർണത്തിൻ്റെ മൂല്യം എന്ന് പറയുന്നത് 4,50,98 രൂപ. അതാണ് ഒരു പവൻ സ്വർണത്തിൻ്റെ മൂല്യം അന്ന്. അതായത് 1994 കണക്കാണ് ഈ പറയുന്നത്. പിന്നീട് ഇങ്ങോട്ട് സ്വർണത്തിലുണ്ടായ ഒരു കുതിച്ചുചാട്ടം. 95 അത് 4,680 96 അത് 5,160 98 4,045 അങ്ങനെ 2000 എത്തിയപ്പോഴേക്കും സ്വർണത്തിൻ്റെ വില അത് 4,990 ഏതാണ്ട് 5,000 കടന്നു എന്നുള്ളതാണ്. 2000 കഴിഞ്ഞു, 5,000 എന്ന വിലയിൽ നിന്ന് സ്വർണത്തിൻ്റെ വില കുറച്ചുകൂടി കുതിച്ചെത്താൻ എന്നുള്ള ഒരു കണക്ക് കൂടിയാണ് ഇപ്പോൾ നൽകാനുള്ളത്. പിന്നീട് അങ്ങോട്ട് 2010 കഴിഞ്ഞപ്പോഴേക്കും അത് 29,600. 2010 കഴിഞ്ഞപ്പോഴേക്കാണ് സ്വർണത്തിൻ്റെ വിലയിൽ വലിയൊരു കുതിച്ചുചാട്ടം സംഭവിക്കുന്നത്. അത് 2012 31,050, 2013 അത് 32,000. അങ്ങനെ സ്വർണത്തിൻ്റെ വില ഓരോ വർഷവും ഇങ്ങനെ കുതിച്ചു കയറുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. അതായത് കഴിഞ്ഞ 2.5 പതിറ്റാണ്ടിനിടെ ഏതാണ്ട് 50,000 രൂപയുടെ വർധനവ് സ്വർണത്തിൽ സംഭവിച്ചു 20 വർഷത്തിനിടെ എന്നുള്ള കണക്ക് കൂടി ഇതിലൂടെ ചേർത്ത് വെക്കണം. നമ്മൾ ഈ കണക്കുകൾ പറയാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരു ശരാശരി മലയാളി തൻ്റെ മകളുടെ കല്യാണത്തിന് നൽകുന്നത്, അത് ഇപ്പോൾ 90കൾ മുതലാണ് ഈ സ്വർണവുമായി ബന്ധപ്പെട്ട ഈ സ്ത്രീധനമെന്ന് പറയാൻ സാധിക്കില്ല, സമ്മാനമായി നൽകുന്നത് പലപ്പോഴും 100 പവൻ്റെ സ്വർണമായിരിക്കും. 100 പവൻ ഒരു ശരാശരി മലയാളിയുടെ, സർക്കാർ ജീവനക്കാരൊക്കെ ആയ അല്ലെങ്കിൽ സാധാരണ മിഡിൽ ക്ലാസ്സിൽ വരുന്ന ആൾക്കാരുടെയൊക്കെ ഒരു കണക്ക് ഒരു 100 പവനാണ്. 100 പവൻ സ്വർണം കൊടുത്തില്ലെങ്കിൽ അതൊരു മോശമാണ്, നാണക്കേടാണ് എന്ന ചിന്തയൊക്കെ 90കളുടെ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് ഓരോ കല്യാണങ്ങളും 100 പവൻ ഞാൻ പറഞ്ഞത് മിനിമമാണ് കേട്ടോ. അതിനുശേഷം അതിൻ്റെ എണ്ണം കൂടുകയും പവൻ്റെ നില കൂടുകയും മറ്റും ചെയ്ത പശ്ചാത്തലമൊക്കെ ഉണ്ട്. ഉയർന്ന ജോലിയുള്ള വലിയ ശമ്പളമൊക്കെ പറ്റുന്നവരൊക്കെ 150-200 പവനൊക്കെയാണ്. നമുക്ക് കല്യാണ ആൽബങ്ങളിലും വീഡിയോകളിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ വ്യക്തമായി അത് മനസ്സിലാവുകയും ചെയ്യും. 100 പവനിൽ കുറഞ്ഞ് ഒരു സാധാരണ ആവറേജ് മലയാളി സ്ത്രീധനമായി നൽകാറില്ല. സ്ത്രീധനമെന്ന് പറഞ്ഞില്ലെങ്കിലും പറഞ്ഞ ഗിഫ്റ്റായി നൽകാറില്ല എന്നുള്ളതാണ് പ്രധാനം. 94 ഇത്തരത്തിൽ 100 പവൻ നൽകിയ ഒരാളുടെ കൈവശമുണ്ടായിരുന്ന സ്വർണത്തിൻ്റെ ഇപ്പോഴത്തെ മൂല്യം അതൊന്ന് പരിശോധിക്കണം. കാരണം അന്ന് 3,960 രൂപ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3,960 രൂപയാണ് ഒരു പവൻ സ്വർണത്തിൻ്റെ വില എങ്കിൽ ഇപ്പോൾ അത് വിപണിയിലുള്ള അതിൻ്റെ വില, ഈ സ്വർണം വിൽക്കാൻ ചെന്നാൽ അതിൻ്റെ വില എത്ര ഇരട്ടിയാണ് എന്നതുകൂടിയാണ്. ബാങ്കിൽ നിക്ഷേപിക്കുന്നതിനേക്കാൾ, വസ്തുവിൽ നിക്ഷേപിക്കുന്നതിനേക്കാൾ വളരെ ഇരട്ടി തുകയായി സ്വർണത്തിൻ്റെ വില മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അന്ന് 3,960 രൂപയാണ് ഒരു 100 ഗ്രാം സ്വർണം കൈവശമുണ്ടായിരുന്നതിൻ്റെ മൂല്യം എങ്കിൽ ഇന്ന് അത് ഏകദേശം 68 ലക്ഷം രൂപയായി ഉയർന്നു എന്നുള്ളതാണ്. എത്ര ഇരട്ടി വർധനവാണ് ഈ വർഷങ്ങൾക്കുള്ളിൽ ഉണ്ടായത് എന്നതുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം. അത്രത്തോളം വലിയൊരു മൂല്യം ഈ സ്വർണത്തിന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് ഇനിയും കുറയുകയല്ല, ഓരോ ദിവസവും ഓരോ നിമിഷവും കൂടി വരികയാണ്. അങ്ങനെ ഒരു വലിയ നിശബ്ദ വിപ്ലവം ശരാശരി മലയാളിയുടെ ലോക്കറുകളിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് നിർണായകമായ കാര്യം.
കാരണം ലോക്കറുകളിൽ പണയം വെക്കാതെ വിൽക്കാതെയൊക്കെ ഇരുന്നവരുടെ അവസ്ഥയാണ് ഈ പറയുന്നത് കേട്ടോ. പണയം വെച്ചവർക്ക് തിരിച്ചെടുക്കാം. പലരും ഈ സ്വർണ്ണത്തിൻ്റെ വില അല്പമൊക്കെ വർദ്ധിച്ചപ്പോൾ വിറ്റുപോയവരൊക്കെ ഉണ്ട്. അവരൊക്കെ ഇപ്പോൾ വല്ലാതെ വിഷമിക്കുന്നുണ്ടാകും ഈ സ്വർണ്ണത്തിൻ്റെ വിലയുടെ കുതിച്ചുകയറ്റം കണ്ട്. ലക്ഷങ്ങളുടെയൊക്കെ മാറ്റമാണ് ഇതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുള്ളത്. പലരും വസ്തു വാങ്ങാനും വീട് വെക്കാനും മറ്റുമായി കാറ് വാങ്ങാനും മറ്റുമായി സ്വർണം വിറ്റ ഒരുപാട് പേരെ നമുക്കറിയാം. എനിക്കും പേഴ്സണലായി അറിയാവുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ഒഴിച്ചാൽ ഈ സ്വർണം അതേപടി സൂക്ഷിച്ചു വെച്ചിരുന്ന നമ്മുടെ മലയാളികളായ നിരവധി ആളുകളുണ്ട്. എന്നെ കേൾക്കുന്ന നിരവധി ആളുകൾ അത്തരത്തെ അനുഭവമുള്ളവരാണ്. അവരുടെയൊക്കെ ലോക്കറുകളിൽ നിശബ്ദമായ പണവിപ്ലവമാണ്, സാമ്പത്തിക വിപ്ലവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അതിൻ്റെയൊക്കെ മൂല്യം ഓരോ ദിവസവും കുതിച്ചുയരുകയാണ്. അങ്ങനെ സ്വർണം കൊണ്ട് ഒരുപക്ഷെ കോടീശ്വരന്മാരായ മലയാളികൾ പോലും, ലക്ഷാധിപതികളായിരുന്നവർ കോടീശ്വരന്മാരായ കണക്ക് പോലും ഈ ഘട്ടത്തിൽ നൽകാൻ സാധിക്കും. അത്തരത്തിൽ സ്വർണം മലയാളിയുടെ സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാർഷിക വായ്പയൊക്കെ ബാങ്കുകൾ ഇപ്പോൾ കുറച്ച് റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ പല ബാങ്കുകളും കസ്റ്റമേഴ്സിനെ വിളിക്കുന്നുണ്ട്. സ്വർണം പണയം വെച്ചവർ കൂടുതൽ പണം നൽകാം. കാരണം അവർ നേരത്തെ 4-5 വർഷം മുമ്പ് പണയം വെച്ച സ്വർണത്തിൻ്റെ വിലയേക്കാളൊക്കെ എത്രയോ ഇരട്ടിയായി കഴിഞ്ഞു എന്നുള്ളതാണ് ബാങ്കുകൾക്കും ആകർഷകമാകുന്നത്. അങ്ങനെ സ്വർണ്ണപ്പണയത്തിലും ബാങ്കുകൾ വലിയ വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, ഈ സ്വർണം ആ തരത്തിൽ ഉപയോഗിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൈവശം സൂക്ഷിച്ചിരുന്നവരൊക്കെ ഇന്ന് അവർക്കുണ്ടാകുന്ന ഒരു സാമ്പത്തിക സുരക്ഷിതത്വം വളരെ പ്രധാനമാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഒന്ന് വിറ്റ് അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് കൂടി സ്വർണത്തിൻ്റെ വില വർധനവ് മലയാളിയെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നതുകൂടി ചേർത്ത് വെക്കണം. ഏതായാലും സ്വർണത്തിൻ്റെ വില നാൾക്ക് നാൾ ഉയരുകയാണ്. അത് ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധരൊക്കെ പ്രവചിക്കുന്നത് വരും ദിവസങ്ങളിലും സമാനമായ വർധനവ് ഉണ്ടാകുമെന്നും, നേരത്തെ 70,000 കടക്കും എന്ന് പറയുന്ന സ്വർണ്ണവില പവന് ഇപ്പോൾ 1 ലക്ഷം കഴിയും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട പ്രവചനം കൂടി സാമ്പത്തിക വിദഗ്ധരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.